മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണന് ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നും ഒരു വർഷമൊന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട, ഇത്രയും വേഗത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്നെല്ലാം വൈദ്യൻ പറയുന്നത് കേട്ട് ആഹ്ലാദം അലതല്ലുന്നുണ്ട് കേട്ടോ മഹിയുടെ മനസ്സിൽ. ശേഷം ഞാൻ നടന്നു കാണണം എന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയല്ലേ താൻ. തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരാമെന്ന് സമ്മതിച്ചതെങ്കിലും ചികിത്സയിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇനി നമ്മുടെ മരണം ആഗ്രഹിക്കുന്നവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ല. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം മാത്രം അവരിതറിഞ്ഞാൽ മതി എന്നും കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മാനസ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് മേഘനെ വിളിക്കുമ്പോൾ, ഇപ്പൊ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നും നീ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എപ്പോഴൊന്നും ഓടി വരാൻ കഴിയില്ല എന്നെല്ലാം മേഘൻ പറയുമ്പോൾ, നിങ്ങൾ വരണം ഇല്ലെങ്കിൽ ഞാൻ മേഘേട്ടന്റെ വീട്ടിൽ കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് മാനസ മേഘനെ പേടിപ്പിച്ചു നിർത്താണ്. അങ്ങനെ മാനസയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ മേഘൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോകണം, ഇനി കണ്ണന്റെ കമ്പനിയിൽ ജോലി കിട്ടും എന്നൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണം എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മേഘൻ മാനസയെ വിളിച്ച് സംസാരിച്ചതെല്ലാം ഓൾറെഡി കേട്ടിട്ടുണ്ട് കേട്ടോ മഞ്ജു. ഇനിയിപ്പോ വൈകുന്നേരമല്ലേ വരൂ എന്ന് മഞ്ജു തിരിച്ചു ചോദിക്കുമ്പോൾ അതും അതോ മതിയോ എന്നെല്ലാം മേഘനാണെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ താൻ എപ്പോഴെങ്കിലും വാടോ എന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് അയാളെ പ്രാകുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ മേഘൻ പോയ ഉടനെ തന്നെ മഞ്ജു സാഗറിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. എന്റെ ഭർത്താവ് ആ മാനസയെ കാണാനായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടെന്നും കണ്ണേട്ടൻ തോമസ് ഡോക്ടറുടെ വീട്ടിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്ന ഈ സമയത്ത് ഏട്ടത്തെയെ അപായപ്പെടുത്താൻ എന്തോ ഒരു തന്ത്രം മേഘനും ഉണ്ണിയേട്ടനും കരുണയും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ഇനി ഇവരുടെ കൂടെ കൂടി എന്റെ കണ്ണേട്ടനും ഏട്ടത്തേക്കും എതിരായിട്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് സാഗർ എന്തെങ്കിലും ചെയ്ത് എന്റെ ഏട്ടത്തെയെ രക്ഷിക്കണം എന്നെല്ലാം പറയുമ്പോൾ മഞ്ജുവിന്റെ ഈ മാറ്റം കാണുമ്പോൾ എനിക്കും അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ സാഗർ മഞ്ജുവിനെ. ശേഷം സാഗർ ഈ വിവരം മാർക്കോയെ അറിയിക്കുന്നുണ്ട്. മേഘൻ മാനസയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണല്ലേ, എന്നെ പെണ്ണ് കേസിൽ പെടുത്തി നാറ്റിക്കാനാണ് അവൻ ശ്രമിച്ചത്. അതിന് അവനോടും എനിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചുകൊടുക്കണം. എന്റെ ഫോട്ടോ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലോ, അവനെ കുറിച്ചും അതുപോലെയുള്ള വാർത്ത വരണം, എങ്കിലേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും ഇല്ലാതാക്കാൻ നോക്കുന്ന അവന് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് മാർക്കോ സാഗറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സാഗറാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വർക്കൗട്ട് ആകും, ഞാനിത് ഇപ്പൊ തന്നെ മാനസയുടെ വീടിന്റെ ചുറ്റോട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കാമെന്നും സാഗർ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് സാഗർ മാനസയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടുത്തെ നാട്ടുകാരോടായിട്ട് പറയുന്നുണ്ട്, ആ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരാൾ വന്നു പോകുന്നുണ്ടെന്നും ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കയ്യോടെ പൊക്കണം. ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയും ആളത്ര ശരിയൊന്നും അല്ല. നിങ്ങൾ മനസ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനെയും അവളെ കയ്യോടെ പിടികൂടാം. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ കുടുംബമായിട്ട് ജീവിക്കല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ വരുതിക്ക് നിർത്തുന്നുണ്ട് കേട്ടോ സാഗരം. അപ്പൊ അത് കേൾക്കുന്ന നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ, നമ്മുടെ മൂക്കിൻ തുമ്പത്തെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് അത് വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇന്ന് തന്നെ അവനെയും അവളെയും പിടികൂടണം എന്ന് നാട്ടുകാരിൽ ചിലരും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘൻ മാനസയുടെ വീട്ടിലെത്താണ്. മേഘൻ വരുന്നതിന് മുൻപായിട്ട് മാനസ അണിഞ്ഞൊരുങ്ങുക ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മാനസയെ കാണുന്ന മേഘനാണെങ്കിൽ, നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്, എന്റെ ജീവിതത്തിൽ കയറി ശല്യം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നെല്ലാം മേഘൻ മാനസയുടെ നേരെ ഭീഷണി മുഴക്കുമ്പോൾ മേഘേട്ടൻ ഇങ്ങനെ കിടന്ന് ചാടണ്ട, നിങ്ങൾ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് വേറെ ഒന്നിനുമല്ല, അപ്പുമോന് കൂട്ടായിട്ട് ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാകാൻ പോകുന്നു, അത് ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതാണ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് എന്ന് മാനസ പറയുന്നത് കേട്ട് ഇടിവിട്ടേറ്റതുപോലെ നിന്ന് പോവാണ് കേട്ടോ മേഘൻ. ഇതേ സമയം തന്നെ മാനസയുടെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളെ പിടിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ മേഘൻ വന്നു എന്നവര് മനസ്സിലാക്കുന്നത് അങ്ങനെ മാനസയുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് തട്ടുന്നുണ്ട്. ഇത് കേട്ട് പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ മേഘനും മാനസയും. ആരാടി ഈ സമയത്ത്, നീ ചെന്ന് വാതിൽ തീർക്കുക, ഞാൻ അകത്ത് ഒളിച്ചു നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ അകത്ത് ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. തുടർന്ന് മാനസ ചെന്ന് വാതിൽ തുറക്കുകയാണ് കേട്ടോ. അപ്പൊ മാനസയെ കാണുന്നതും, നീ ആരെയാടി വീട്ടിൽ കയറ്റി ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ
പേടിയോട് കൂടിയിട്ട് ആരും ഇല്ല എന്ന് മാനസ മറുപടി കൊടുക്കുകയാണ്. ഇവിടെ ഞങ്ങളൊക്കെ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. നിന്റെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ആരും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരാടി ഈ കാർ ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് മാനസയുടെ വീട്ടിലേക്ക് അവരൊന്നടങ്കം ഇരച്ചു കയറാണ്. തുടർന്ന് വീടിനകത്ത് പതുങ്ങിയിരിക്കുന്ന മേഘനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് പോവാണ് മേഘൻ. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ആൾക്കൂട്ടത്തിന് മറവിൽ നിൽക്കുന്ന സാഗറാണെന്നുണ്ടെങ്കിൽ മേഘന്റെ ഫോട്ടോ എടുത്തിട്ട് അത് പത്രത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ സഹിതം മേഘന്റെ ആ വാർത്ത വരുന്നുണ്ട്. അങ്ങനെ മേഘൻ തന്നോട് ചെയ്തതിനുള്ള പെണ്ണ് കേസിൽ പെടുത്തി തന്നെ കൊടുക്കാൻ നോക്കിയതിനുള്ള പ്രതികാരം പൂർത്തിയാക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. അങ്ങനെ മേഘനെ കുറിച്ചുള്ള വാർത്ത പത്രമാധ്യമങ്ങളിലെല്ലാം പരക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടുകാരടക്കം മേഘനെ തള്ളി പറയുന്നുണ്ട്. നീ എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇനി എന്റെ കൊച്ചിനെ കെട്ടാൻ ആരെങ്കിലും വരൂ എന്ന് ചോദിച്ചുകൊണ്ട് മേഘന്റെ നേരെ സീമന്തിന് ഉറഞ്ഞു തുള്ളുമ്പോൾ അമ്മ അതൊക്കെ ശത്രുക്കള് ആരോ ചെയ്ത പണിയാണെന്നും എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല. ശേഷം സാഗറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. സാഗർ കാരനാണ് അയാളുടെ ചതി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞത്. എന്നോട് ചെയ്തതിനെല്ലാം അയാൾക്ക് കണക്കിന് കൊടുക്കാൻ പറ്റിയത് സാഗറിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അയാൾക്ക് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാൾ ഈ പണിക്ക് പോവില്ല. അത്രയ്ക്ക് വലിയ തിരിച്ചടിയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഞ്ജു ശരിക്കും ഇതിനൊക്കെ നന്ദി പറയേണ്ടത് എന്നോടല്ല, മഞ്ജുവിന്റെ ഏട്ടത്തി മഹാലക്ഷ്മിയെ മേഘന്റെ ചതിയിൽ നിന്നും രക്ഷിച്ചതും മഞ്ജുവിന്റെ മുന്നിൽ മേഘന്റെ മുഖം മൂടി വലിച്ചു കീറിയതും എല്ലാം മറ്റൊരാള് കാരനാണ് മാർക്കോ എന്ന് സാഗർ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു കരുതുന്നത് പോലെ ഒരു ഗുണ്ടയോ തെമ്മാടിയോ ഒന്നുമല്ല മാർക്കോ. നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ ആരെന്ത് ചെയ്താലും അതിനെ എതിർക്കുന്നവൻ. കണ്ണനെയും മഞ്ജുവിന്റെ ഏട്ടത്തി മഹാലക്ഷ്മിയെയും ജീവനും തുല്യം സ്നേഹിക്കുന്ന ആളാണ് മാർക്കോ. അവരെ പലതവണ ആപത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്കോയെ മനഃപൂർവ്വം പെണ്ണ് കേസിൽ കൊടുക്കാനാണ് മേഘൻ ശ്രമിച്ചത്. കണ്ണൻ സാറ് കോടതിയിലെത്തി മാർക്കോയ്ക്ക് വേണ്ടി വാദിച്ചില്ലായിരുന്നെങ്കിൽ മാർക്കോ ഇപ്പോൾ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കഴിഞ്ഞേനി വന്നേനെ എന്നെല്ലാം സാഗറുള്ള സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അതോടുകൂടി മഞ്ജുവിന്റെ മനസ്സിൽ മാർക്കോയെ കുറിച്ച് ഒരു ആരാധന തോന്നി തുടങ്ങുന്നു കേട്ടോ. പിന്നീട് പതുക്കെ പ്രണയത്തിലേക്കും വഴിമാറുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മാർക്കോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങള് മഞ്ജു അന്വേഷിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിന്റെ ഉള്ളിൽ മാർക്കോയുടെ കടുത്ത പ്രണയം തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ശേഷം ഒരു ഘട്ടത്തില് മഞ്ജുവിന്റെ മുന്നിൽ തന്റെ മനസ്സ് തുറന്നു പറയുന്നുണ്ട് കേട്ടോ സാഗർ. മഞ്ജുവിനെ ഇഷ്ടമാണെന്നും കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ട് എന്നെല്ലാം സാഗർ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ എനിക്ക് സാഗറിനെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്നും ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് മാർക്കോയുടെ ഒപ്പം ആയിരിക്കൂ എന്നും മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിന്റെ പ്രണയം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് മാർക്കോയ്ക്കും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ മഞ്ജുവും മാർക്കോയും ഒരുമിക്കുന്ന മഹാലക്ഷ്മി സീരിയലിന്റെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്